ഹലോ ഗൈസ്, അപ്പോൾ ഇത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ എന്ന രാജ്യം തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം വമ്പൻ അട്ടിമറി തന്നെയാണ് നടന്നിരിക്കുന്നത്. വമ്പൻ അട്ടിമറി. ഉറുഗ്വേ എന്ന രാജ്യത്തെ, അതായത് 2 തവണ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ഉറുഗ്വേ എന്ന രാജ്യത്തെ കേപ്പ് വെർദെ എന്ന രാജ്യം വെറും ചെറു ദ്വീപിൽ നിന്ന് വരുന്ന 6 ലക്ഷം ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത വെറും 11 പേര് അവരാണ് ഈ വേൾഡ് കപ്പില് ഇപ്പൊ കറുത്ത കുതിരകൾ, ബ്ലൂ ഷാർക്ക് എന്നാണ് അവർ അറിയുന്നത്. ബ്ലൂ ഷാർക്കായി മാറിക്കൊണ്ടിരിക്കുന്നത് അവര്. അതായത് അവര് ആദ്യം സ്പെയിനിനെ പിടിച്ചു കെട്ടി, ഇപ്പൊ ഇതാ നമ്മുടെ യുറുഗ്വേയും പിടിച്ചു കെട്ടിയിരിക്കുന്നു. 2-2 യുറുഗ്വയെ പിടിച്ചു കെട്ടിയത്. അടിപൊളി മത്സരം എന്ന് പറഞ്ഞാൽ അടിപൊളി മത്സരം, വമ്പൻ അട്ടിമറി നടന്ന വമ്പൻ അടിപൊളി മത്സരം. രണ്ടുപേരും ഉറുഗ്വെ മാക്സിമം ശ്രമിച്ചു. പക്ഷെ ഒരാളെ കുറിച്ച് പറയണില്ല, ഒരാളാണ് ഇതിന്റെ മെയിൻ. ഈ യുറുഗ്വേക്ക് സമനില കൊടുക്കാനുള്ള കാരണം ഒറ്റയ്ക്ക് ഒരാൾ മാത്രമാണ്. അത് നമുക്ക് വഴിയെ നോക്കാം. എന്നാലും അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ കളി തുടങ്ങി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കും പോലെ യുറുഗ്വേയുടെ ആക്രമണം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. യുറുഗ്വെ ആക്രമിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് അത്രത്തോളം വിലപ്പോയില്ല എന്ന് തന്നെ പറയാം. അപ്പോഴാണ് കേപ്പ് വെർദെ എന്ന രാജ്യത്ത് ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്നാണ് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നത്. സ്പെയിനെതിരെ തിളച്ചു കിട്ടിയവർ ഈ പ്രാവശ്യം വെറും 21-ാം മിനിറ്റിൽ യുറുഗ്വേയുടെ ഗോൾ പോസ്റ്റ് ആകെ എന്താ പറയുക തകർത്ത് കളഞ്ഞ രീതിയിൽ, ആ സ്റ്റേഡിയം മൊത്തം നിഷിദ്ധമാക്കുന്ന രീതിയിലാണ് യുറുഗ്വേയുടെ ഗോൾ പോസ്റ്റിലേക്ക് നമ്മുടെ കെവിൻ പിന എന്നുള്ള നമ്മുടെ കേപ്പ് വെർദെയുടെ എന്ന രാജ്യത്തിന്റെ ഫുട്ബോളർ ഗോൾ അടിച്ചു കയറ്റിയത്. എന്ത് പറയാനാ, ഒന്നും പറയാനില്ലായിരുന്നു. ആ സ്റ്റേഡിയം മൊത്തം നിശബ്ദമായി പോയി. എന്താ കെവിൻ വിനയുടെ ഹെഡർ ആയിരുന്നു കേട്ടോ, ഫ്രീ കിക്ക് ആയിരുന്നു. നല്ല, സോറി, ഹെഡർ അല്ല, ഫ്രീ കിക്ക്. ഫ്രീ കിക്കിലൂടെ ഫ്രീ കിക്കിലൂടെയാണ് വെറുതെ കേപ്പ് വെറുതെ നമ്മുടെ ഫസ്റ്റ് ഒന്നാമത്തെ ലീഡ് എടുത്തത്, അതായത് 1-0. ഇതോടുകൂടി നമ്മുടെ യുറുഗ്വേയുടെ കാര്യം തീരുമാനമായി. യുറുഗ്വേക്ക് അത് വമ്പൻ ലോക ചാമ്പ്യന്മാരല്ല, ലോക ചാമ്പ്യന്മാർക്ക് തളർന്നിരിക്കാൻ പറ്റൂല്ലോ, അവർക്ക് തിരിച്ചടിച്ചല്ലേ പറ്റൂ. അവർ അടി മുതൽ മുടി വരെ ആക്രമണം തുടർന്നു. അങ്ങനെ ആദ്യ പകുതി നല്ല മുന്നേറ്റമായിരുന്നു. രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കളിച്ചു. പക്ഷേ ആദ്യ പകുതി അവസാനമായപ്പോഴേക്കും ഉറുഗ്വേക്ക് തിരിച്ചടിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഉറുഗ്വെ നല്ല കളി തന്നെയാണ് കളിച്ചത്. ഉറുഗ്വേയുടെ അവസാന മിനിറ്റുകളിൽ മാസ്കിലാനോ അരൗജയും അഗസ്റ്റിൻ കനോവിയുടെയും 2 ഗോൾ, കിടിലൻ ഗോളുകൾ, 2-1. അങ്ങനെ അവർ മുന്നിലെത്തി, 2-1 മുന്നിലെത്തി. അപ്പൊ എന്താ പറയാ, നമ്മുടെ നല്ല കളി എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മുടെ മാക്സിമം ഇവര്, കാരണം ലോക ചാമ്പ്യന്മാരാണ്, ലോക ചാമ്പ്യന്മാർക്ക് ഒരിക്കലും താന്നു നിൽക്കാൻ പറ്റത്തില്ല. ആഹ് ഈ തോൽവി നിൽക്കാൻ പറ്റൂല്ലോ 2-1. പെട്ടെന്നൊന്നും അങ്ങനെ നമുക്ക് തോൽവി സമ്മതിക്കാൻ ഉറുഗ്വെ ഒരിക്കലും സമ്മതിക്കത്തില്ല. അങ്ങനെ ആദ്യം കേപ്പ് വെർദെ അടിച്ച ഗോളിൽ മൊത്തം പ്രതിരോധത്തിലാക്കി. എങ്കിലും വെറും 38-ാം മിനിറ്റിൽ മാസ്കിലോന അരൗജയും, അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അഗസ്റ്റിൻ കനോബിയും നമ്മുടെ ലീഡ് ഉയർത്തി 2-1 ആക്കി തീർത്തു. അപ്പോൾ ഇനി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇനി നമ്മുടെ ഉറുഗ്വെ ആയിരിക്കും. ഉറുഗ്വയുടെ കയ്യിലായി കളി. ഉറുഗ്വയ്ക്ക് ഇനി കാരണം 2-1 ആയി. ഫസ്റ്റ് ഹാഫ് ഏകദേശം 2-1 അവസാനിച്ചത്. ഇനി ഉറുഗ്വയുടെ കയ്യിലായിരിക്കും കളി എന്ന് വിചാരിച്ചു. അങ്ങനെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കേപ്പ് വെർദെ ശരിക്കും ബ്ലൂ ഷാർക്ക് തന്നെയായത്. അവർ വിളിപ്പറ ബ്ലൂ ഷാർക്ക് തന്നെയായത്. ശരിക്കും ഉറുഗ്വൻ പ്രതിരോധ നിര ശരിക്കും സമ്മർദ്ദത്തിലാക്കി. നല്ല വമ്പൻ ആക്രമണമാണ് കേപ്പ് വെർദെ അയച്ചുവിട്ടത്. നല്ല അടി എന്ന് പറഞ്ഞാൽ നല്ല അടി. പക്ഷേ എന്ത് ചെയ്താലും അവിടുത്തെ അവർ നന്നായിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടായിരിക്കാം ഈ ഗോൾ കീപ്പർ ആയാലും അത് അത്രത്തോളം ഗോളടിയിലേക്ക് എത്തിയില്ല. അങ്ങനെ ഇരിക്കെ ഉറുഗ്വേയും തിരിച്ചാക്രമണം തുടങ്ങി. ഉറുഗ്വെ തിരിച്ച് ആക്രമിച്ചപ്പോൾ ഉറുഗ്വയുടെ തിരിച്ചാക്രമണത്തിൽ ഇവര് തമ്മിലുള്ള മെയിൻ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ കേപ്പ് വെർദെയുടെ ഗോളിയാണ്. എൻ്റെ പൊന്നോ, ഗോൾ കീപ്പറിന്റെ പേരാണ് ഓസിഞ്ഞോ എന്നാണ് തോന്നുന്നു. ഓസിഞ്ഞോ, കറക്റ്റായിട്ട് പേരറിയത്തില്ല കേട്ടോ. ഓസിഞ്ഞോ, ആ പുള്ളി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഉറുഗ്വെ ജയിച്ചേനെ. ഉറുഗ്വേനെ നമ്മുടെ ഉറുഗ്വയുടെ നമ്മുടെ മെയിൻ ഉറുഗ്വെ കോച്ച് ബിൽസ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. നമ്മുടെ ന്യൂനസിനെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ആക്രമണം അയച്ചു വിട്ടു. ന്യൂനസിനെ കൊണ്ട് മാക്സിമം അടിച്ചേൽപ്പിച്ചു. പക്ഷെ ഉറുഗ്വയുടെ ഗോളുകളെല്ലാം എന്താ പറയുക, 1-2 ഗോളുകൾ ഉറപ്പുള്ള ഗോളുകളായിരുന്നു. അത് ഞാൻ ഓർത്ത അടിച്ചു എന്ന് ഓർത്ത ഉറുഗ്വയുടെ ഗോളുകൾ എല്ലാം നമ്മുടെ ഗോൾ കീപ്പറായ ഓസിഞ്ഞോ തടഞ്ഞു നിർത്തി. ഓസിഞ്ഞോ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പക്ഷേ ഉറുഗ്വെ ജയിച്ചേനെ. അങ്ങനെ 2-1 കളി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മറ്റേ ഉറുഗ്വയുടെ എന്താ പറയുക നെറ്റിയിൽ നമ്മുടെ തലയിലേക്ക് ഒരു അടി കൊടുക്കാന്ന് പറയില്ല, അതേപോലെ തന്നെ തലയിൽ വന്ന ഒരു സാധനം കുത്തി 74-ാം മിനിറ്റിൽ.
74-ാം മിനിറ്റിലാണ് യുറുഗ്വേന്റെ പ്രതിരോധത്തിന്റെ ആ പിഴവ്. പ്രതിരോധത്തിൽ ചെറിയ പിഴവുണ്ടായില്ല, അത് ജസ്റ്റ് അവര് അത് പ്രതിരോധത്തിൽ എവിടെയാണ് പിഴവ് അത് മനസ്സിലാക്കിയിട്ട് ഹീലിയോ എന്ന് പറഞ്ഞ ഒരു അവന്റെ പേര് വരോലോ അങ്ങനെയാട്ടോ, എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അടിപൊളി പുള്ളിയെ നല്ല ഫിനിഷിംഗ് ആണ്, പുള്ളിയുടെ അസാമാന്യം എന്താ പറയുക, പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളിയുടെ അമ്മാതിരി അടിപൊളി മറ്റേ പ്രതിരോധത്തിന്റെ ഇതിലൂടെ കയറി പുള്ളി ഗോൾ അടിച്ചു. അങ്ങനെ 2-2. പിന്നൊന്നും പറയാനില്ല. ഉറുഗ്വേയും ടെൻഷനായി, കാരണം സമയം തീരാറായി. 74-ാം മിനിറ്റിലാണ് ഗോൾ അടിച്ചത്, തിരിച്ചടിച്ചേ പറ്റൂ. അടിയോടടി എന്ന് പറഞ്ഞ് നല്ല നല്ല മാക്സിമം ഉറുഗ്വേ ശ്രമിച്ചു കേട്ടോ. പക്ഷെ ഉറുഗ്വേക്കും ഇവരായിട്ട് ശരിക്കും തടസ്സമായിട്ട് നിന്ന ഒരേ ഒരാളാണ്, അതാണ് ഞാൻ പറഞ്ഞ ഓസിഞ്ഞോ എന്ന് പറഞ്ഞാൽ അവരുടെ ഗോളി. അടിപൊളി ഗോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഗോളി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്, ആ ഗോളി ഉള്ളത് കൊണ്ടായാലും വേറെ ഗോളി ആയാലും കുഴപ്പമില്ലായിരിക്കും. പക്ഷെ അന്നേരത്തെ ആ ഗോളിയുടെ എന്താ പറയണേ ഗോളി അമ്മാതിരി ഗോളിയായിരുന്നു. നല്ല മാക്സിമം പുള്ളി തടുത്ത് നിർത്തി എല്ലാം ചെയ്തു. ആ ഒരൊറ്റ ഇതിൽ മാത്രമാണ് നമ്മുടെ ഉറുഗ്വേക്ക് സമനില പിടിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഉറുഗ്വ എന്തായാലും വിജയിച്ചതിനെ. ഇപ്പോൾ ഉറുഗ്വേന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. കാരണം ഇനി അവർ നേരിടാൻ പോകേണ്ടത് നമ്മുടെ സ്പെയിനുമായിട്ടാണ്. സ്പെയിനിന് ഓൾറെഡി നല്ല ലെവലിൽ ഇപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് നിൽക്കുകയാണ്. അവരെ നല്ലൊരു മാർജിനിൽ തന്നെ, അതായത് നല്ലൊരു മാർജിനിൽ തന്നെ തോൽപ്പിച്ചാൽ മാത്രമാണ് ഇവർക്ക് ഒരു അടുത്ത പ്രീ ക്വാർട്ടറിലേക്കൊക്കെ ഒരു പ്രവേശനം കിട്ടുമോ എന്ന് തന്നെ അറിയുള്ളൂ. യുറുഗ്വേക്ക് 2 തവണ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിരുന്നു. പക്ഷേ നമ്മുടെ മറ്റു രാജ്യമായ ഇപ്പൊ പറഞ്ഞ കേപ്പ് വെർദെ, അതായത് വെറും 6 ലക്ഷം മാത്രം ജനങ്ങളുള്ള കേപ്പ് വെർദെ, അവിടെ നിന്നാണ് ഈ 11 പേരെ തിരഞ്ഞെടുത്ത് അവർ വേൾഡ് കപ്പിന് വന്നത്. വേൾഡ് കപ്പിലൊക്കെ ആദ്യം സ്പെയിനെ തളച്ചു, ഇപ്പൊ ദേ അടുത്ത് യുറുഗ്വേയും തളച്ചു. ഇനി അവരുടെ അടുത്ത കളി എന്നുള്ളത് സൗദി അറേബ്യയുമായിട്ടാണ്. സൗദി അറേബ്യക്ക് എത്രത്തോളം ഈ യുറുഗ്വേനെ പോലെയും സ്പെയിനെ പോലെയും ഇവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇമാതിരി കളിയാണ് ഇവർ കളിക്കണമെങ്കിൽ ഉറപ്പാണ് ഇവർ പ്രീ ക്വാർട്ടറിൽ കടന്നിരിക്കും. ഒരു സൗദീനെ തോൽപ്പിച്ച് ഇവരെന്തായാലും കടന്നിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരിക്കും കറുത്ത കുതിരകൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരേ ഒരു, എനിക്ക് തോന്നുന്നു ഈ 2026 വേൾഡ് കപ്പിലെ കറുത്ത കുതിരകൾ എന്നുള്ളത് ഈ കേപ്പ് വെർദെ തന്നെയാണ്. കേപ്പ് വെർദെ എന്ന രാജ്യത്തെ നമ്മൾ നമുക്കറിയില്ല. കേപ്പ് വെർദെ എന്ന രാജ്യം ആകെ അറിയാൻ തുടങ്ങിയത് ഈ ഫുട്ബോളിലെ ശരിക്കും ഒരു ഫുട്ബോളിലെ ഈ കടന്നതോടുകൂടി മറ്റു ലോകരാജ്യങ്ങൾ മുഴുവൻ ഇവരെ അറിയാൻ തുടങ്ങി. ഇവരെ കുറിച്ച് കൂടുതൽ ഈ രാജ്യത്ത് ഇവിടെ 6 ലക്ഷം പേരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാരും വിദേശത്ത്, അതായത് അമേരിക്കയിലൊക്കെയാണ് കിടക്കണേന്നൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വെറും ദ്വീപ് രാഷ്ട്രമാണ്, ദ്വീപ് രാഷ്ട്രം. അവിടെ നിന്നാണ് ഇവർ ഫുട്ബോൾ കളിച്ച് ഇവരിവിടെ എത്തി ആ രാജ്യത്തെ ലോകത്ത് മുഴുവൻ അറിയിക്കാൻ സാധിച്ചു. നല്ലൊരു എന്താ പറയാ, ഇനിയിപ്പോൾ അവര് അടുത്ത കളിയിൽ സൗദീനെ തോൽപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ നേരെ പോണത് പ്രീ ക്വാർട്ടറിലേക്ക്. അപ്പൊ ശരിക്കും വമ്പൻ അട്ടിമറി എന്ന് പറയുന്നത്, വമ്പൻ കറുത്ത കുതിരകൾ എന്ന പോലെ കേപ്പ് വെർദെ മാറി. എന്തായാലും യുറുഗ്വേക്ക് ഇനി എത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണണം. കാരണം വെച്ചാൽ സ്പെയിനെ നല്ലൊരു മാർജിൻ, അടുത്ത കളി സ്പെയിനുമായിട്ടാണ്. സ്പെയിനിന് നല്ലൊരു മാർജിനിൽ മാത്രം തോൽപ്പിച്ചാൽ മാത്രമാണ് ഇവർക്ക് ഇനി അടുത്തതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനും ഇനി അടുത്ത കളിയിലേക്ക് നല്ലൊരു പ്രതീക്ഷ തന്നെയാണ്. കേപ്പ് വെർദെ എന്ന രാജ്യത്തെ നമ്മൾ ആരും ചെറുതായി കാണില്ല, ചെറുതായി കാണാൻ പറ്റില്ല ഇനി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു വിജയം അവർക്ക് രണ്ടെണ്ണം സ്പെയിനെതിരെയും ഇവർക്കെതിരെ ഒരു വിജയം തന്നെയാണ്. അത് വിജയത്തെ കുറിച്ച് ഒന്നുമില്ല, കാരണം അവരെ പിടിച്ചു നിർത്താൻ സാധിക്കാവുന്ന വിജയം തന്നെയാണ്. അവര് ഇനി അടുത്ത ഒരു മത്സരം സൗദീനെ തോൽപ്പിച്ചാൽ അവർ ഡയറക്റ്റ് പ്രീ ക്വാർട്ടറിലേക്ക് കടക്കും. നല്ലൊരു അത്യാവശ്യം അപ്പുറത്തെ കളികളിലെല്ലാം താരതമ്യപ്പെടുത്തുമ്പോൾ നല്ല പോയിന്റ്സ് ലെവലിൽ ഉണ്ടെങ്കിൽ കയറാൻ പറ്റും, ഒരു പ്രതീക്ഷയുണ്ട് അവർക്ക്. അങ്ങനെ നല്ലൊരു കളി കാണാൻ പറ്റി, വളരെയധികം സന്തോഷം. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എത്രത്തോളം എൻ്റെ ഫീലിങ്സ് എത്രത്തോളം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.